നീറ്റ് 2025 റിസൾട്ട്സ് ആർ പബ്ലിഷ്ഡ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുമ്പോൾ കട്ട് ഓഫ്സ് ഒക്കെ ഭയങ്കര കുറവാണ്, വിച്ച് മീൻസ് എക്സാം അതിൻ്റെതായ സ്റ്റാൻഡേർഡിലാണ് നടന്നത്. സോ ഇനി എന്താ, കൺഗ്രാജുലേഷൻസ് ടു ഓൾ ദ വിന്നേഴ്സ്. അതിന് വേണ്ടി കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്ത് ഇപ്രാവശ്യം നീറ്റ് ക്രാക്ക് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും കൺഗ്രാജുലേഷൻസ്. ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ. എനിവേ, ദ ഡ്രീം കം ട്രൂ മൊമെൻ്റ് ഇസ് ഹിയർ. 23, 24, 25 lakhs സ്റ്റുഡൻസ് എഴുതിയ എക്സാമിൽ ഒരു 23,000 അല്ലെങ്കിൽ 24,000 വരെ കുട്ടികൾക്ക് ഇപ്രാവശ്യം ഒരു ഗവൺമെൻറ് സീറ്റ് ഉണ്ട്. അതിന് കുറച്ചും കൂടി ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലും സീറ്റ് ഉണ്ടാവും. സ്റ്റിൽ ദ മെജോറിറ്റി കിട്ടാത്ത ആൾക്കാരാണ്. നീറ്റ് ക്രാക്ക് ചെയ്ത ആൾക്കാർക്ക് ഇനി കുടുംബക്കാരെ വിളി വരുന്നു, നാട്ടുകാരെ വിളി വരുന്നു. ഇത്രയും കാലം കുത്തി പറഞ്ഞവർ പറയുന്നു നിനക്ക് നീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ടാക്റ്റിക്കൽ മൂവാണ് അത്. അങ്ങനെ ക്രെഡിറ്റ് എടുക്കാൻ 4,000 ആൾക്കാർ നിങ്ങളെ ചുറ്റിന് വരും. ഇപ്പോൾ ഉള്ളൊരു വിൻ, നിങ്ങളെ പാരൻസിൻ്റെ മുഖത്തുള്ള ഒരു സന്തോഷം, ആ ഒരു ചിരി, ഇതൊക്കെ മാക്സിമം എൻജോയ് ചെയ്യാം. നമ്മുടെ ടോപ്പിക് അതല്ല. ഈ കിട്ടാത്ത കുട്ടികൾ, ഇതിൻ്റെ അകത്ത് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് കിട്ടാത്തൊരു വിഭാഗം ഉണ്ടാവും. കാര്യമായിട്ട് പഠിക്കാതെ ആവശ്യമില്ലാതെ നീറ്റ് പോയി എഴുതിയ ആൾക്കാരും ഉണ്ടാവും. കഷ്ടപ്പെട്ട് പഠിച്ച വിഭാഗത്തിനോടാണ് എനിക്ക് പറയാനുള്ളത്. ഈ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എത്രത്തോളം പഠിച്ചിരുന്നു, എത്രത്തോളം എഫേർട്ട് എടുത്തിരുന്നു, എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിരുന്നു എന്നുള്ളതൊന്നും പിന്നീട് ചോദ്യമല്ല. നിങ്ങൾ കിട്ടിയില്ല, കഴിഞ്ഞ്. ആൾക്കാർ നിങ്ങൾ എന്തായാലും കുത്തിപ്പറയും, ചില ആൾക്കാർ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾക്ക് നല്ലോണം അറിയാം നിങ്ങൾ എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്നുള്ളത്. അതിൽ വിശ്വസിക്കുക, നിങ്ങളെ മാത്രം ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളെ പാരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇനി ചെയ്യണം എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് വർത്താണോ അല്ലയോ എന്ന് ആലോചിക്കുക, ഒരു പ്രോപ്പർ വൈസ് ഡെസിഷൻ എടുക്കുക. അല്ലാത്ത ആൾക്കാർ മൂവ് ഓൺ വിത്ത് യുവർ ലൈഫ്. ദിസ് ഈസ് നോട്ട് ദി എൻഡ്. MBBS കിട്ടാത്തത് ലൈഫിൻ്റെ ഒരു എൻഡ് അല്ല. പക്ഷെ ഞാൻ എന്താ പറഞ്ഞാൽ എല്ലാവരും എന്താ ചെയ്യാൻ പോകുന്നത്, MBBS നിങ്ങൾക്ക് കിട്ടിയല്ലോ, നിങ്ങൾക്കത് പറയാലോ എന്ന് നിങ്ങൾ ചിന്തിക്കുള്ളൂ. നിങ്ങളെ ലൈഫ് ഇനിയും ഒരുപാട് മുന്നോട്ടേക്ക് പോകാണ്ട്, ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാണ്ട്. അപ്പോൾ MBBS കിട്ടിയില്ല അടിച്ചിട്ട് നിങ്ങളെ ലൈഫ് ഇവിടെ സ്റ്റോപ്പ് ആവുന്നില്ല. ഏത് കോഴ്സിലേക്ക് നിങ്ങൾ ആപ്റ്റ് നിങ്ങൾ തന്നെ ആലോചിക്കുക. ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിക്കുക. ആരെ ഫോഴ്സ്ഡ് ഡിസിഷൻസിലും നിങ്ങൾ വികാതിരിക്കുക. പിന്നെ കരച്ചിൽ വരും, സങ്കടം വരും, സെൽഫ് ഡൗട്ട് വരും, ഫ്രസ്ട്രേറ്റഡ് ആവും, സ്ട്രെസ് വരും. ഇങ്ങനെ ഒരു വൃത്തികെട്ടൊരു ദിവസങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത്. അതും കടന്നു പോവും, അതിനും ഒരു എൻഡ് ഉണ്ടാവും. ആ ഒരു ടൈം കഴിയും, നിങ്ങൾ ഹീലാവും, നിങ്ങൾ ലൈഫ് മൂവ് ഓൺ ചെയ്യും. അപ്പം നിങ്ങളും സ്റ്റക്കാവാതെ നോക്കുക. നീറ്റ് 2 പ്രാവശ്യമായിട്ട് കിട്ടാതെയും പിന്നീട് എഴുതി കിട്ടിയതുമായ ഒരാളാണ് ഞാൻ. റിസൾട്ട് ഇല്ലാത്ത ആൾക്കാരോടാണ് നിങ്ങൾ ചെയ്ത സ്ട്രഗിൾ അത് എനിക്ക് മനസ്സിലാവും, നിങ്ങൾ ചെയ്ത എഫേർട്ട് അത് എനിക്ക് മനസ്സിലാവും. ആ ഒരു ട്രൈ ചെയ്യാൻ നിങ്ങൾ റെഡി ആയത് എന്നുള്ളത് തന്നെ എത്ര വലിയ കാര്യമാണ്. റിസൾട്ട് ഇല്ലാത്ത ആൾക്കാർ ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് കാര്യമായിട്ട് ആലോചിച്ച് ഒരു ഡിസിഷനിലെത്താം. ഇനി റിസൾട്ട് കിട്ടിയ ആൾക്കാരോടാണ് വേഗം വരും മക്കളെ, MBBS ലൈഫ് ഇസ് വെയിറ്റിംഗ് ഫോർ യു. ഇനി അങ്ങോട്ട് ഉണ്ടാകാൻ പോകുന്നത് ഇതിലേറെ അടിപൊളിയാണ്. എൻജോയ് ആക്കുക. അപ്പോൾ ശരി, ടാറ്റാ.